മലയാളി വിനോദസഞ്ചാരികളുടെ കാഴ്ചകൾക്ക് നിറം പകർന്ന് കർണാടക ഗുണ്ടൽപേട്ടയിലെ ചെണ്ടുമല്ലി പൂപ്പാടങ്ങൾ. കൂടെ ഓണത്തിനെ വരവേൽക്കാൻ ഒരുങ്ങുന്ന മലയാളികളുടെ മുറ്റത്ത് ഓണപ്പൂക്കളം ഒരുക്കാനുള്ള പൂക്കൾ കൂടിയായി ഇത് മാറും. ഇത്തവണ വ്യാപകമായാണ് ഗുണ്ടൽപേട്ട മേഖലയിൽ ചെണ്ടുമല്ലി കൃഷി നടത്തുന്നത്. കർഷകർക്ക് മോശമല്ലാത്ത വിലയാണ് ലഭിക്കുന്നത് എന്നതിനാലാണ് കേരളത്തിന്റെ ഓണം സീസൺ കൂടി മുന്നിൽ കണ്ട് വ്യാപകമായി ചെണ്ടുമല്ലി കൃഷി നടത്തുന്നത്. തമിഴ്നാട് ഗൂഡലൂരിൽ നിന്ന് മുതുമല ബന്ദിപ്പൂർ വഴി കർണാടകയിലേക്ക് പോകുന്ന സഞ്ചാരികൾക്ക് ചെണ്ടുമല്ലിയും സൂര്യകാന്തിയും നൽകുന്ന കാഴ്ച മനോഹരമാണ്. ബന്ദിപ്പൂർ വനമേഖല കഴിയുന്നിടത്ത് നിന്ന് തുടങ്ങുന്ന കാഴ്ചകൾ ഉൾഗ്രാമങ്ങളിലൂടെ പോകുമ്പോഴാണ് ഏറെ ആകർഷണം. അങ്കളയുടെ ഗ്രാമപ്രദേശങ്ങളിൽ മുഴുവൻ പ്രധാനമായും ഇത്തവണ കൃഷി ചെയ്തിരിക്കുന്നത് സൂര്യകാന്തിയും ചെണ്ടുമല്ലിയുമാണ്. പൊതുവെ പച്ചക്കറികൾ ധാരാളമായി കൃഷി ചെയ്യാറുണ്ടെങ്കിലും ഈ സീസൺ ചെണ്ടുമല്ലിക്കായി നീക്കിവച്ചിരിക്കുകയാണ്. ചുമപ്പും മഞ്ഞയും നിറങ്ങളിലുള്ള പൂക്കളാണ് കൂടുതലും. അത്തം തുടങ്ങുന്നതോടെ പൂക്കളുടെ കേരളത്തിലേക്കുള്ള ഒഴുക്ക് തുടങ്ങും. കേരളത്തിന്റെ വടക്കൻ ജില്ലകളിലേക്കും ധാരാളമായാണ് ഗുണ്ടൽപേട്ടയിൽ നിന്നുള്ള പൂക്കൾ പോകുന്നത്. മലപ്പുറം, തൃശൂർ ജില്ലകളിലേക്ക് മൈസൂരിൽ നിന്ന് നേരിട്ട് ഗുണ്ടൽപേട്ട വഴി ബസ്സുള്ളതിനാൽ ബസ്സിന് മുകളിൽ കയറ്റിയും ധാരാളമായി കൊണ്ടുവരുന്നുണ്ട്. എന്നാൽ കേരളത്തിലെത്തുമ്പോഴേക്കും ഓണം സീസൺ ആകുന്നതോടെ വില വലിയ തോതിൽ കൂടാറുണ്ട്. ബത്തേരി, മുത്തങ്ങ വഴി എത്തുന്നവരും നിലമ്പൂർ വഴി വന്ന് നാടുകാണി ചുരം കയറി പോകുന്നവരും പൂപ്പാടങ്ങൾ കണ്ടാൽ ഒന്ന് നിർത്തി ഒരു സെൽഫി എടുത്തേ മടങ്ങാറുള്ളൂ. ഇതിന് പൂപ്പാടം ഉടമകൾ പണവും പിരിക്കുന്നുണ്ട്. ഒരാളിൽ നിന്ന് 20 രൂപ വീതം ശേഖരിക്കുന്നുണ്ട്. ഇതും സീസൺ സമയങ്ങളിൽ കർഷകർക്ക് നല്ലൊരു വരുമാനമാണ്. ഓണക്കാലം കഴിയുന്നതോടെ പൂക്കൾ പ്രധാനമായും മുംബൈ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന പെയിന്റ് കമ്പനികളിലേക്കാണ് കൊണ്ടുപോവുക. പാടത്ത് വന്ന് പൂക്കൾ ശേഖരിച്ച് കയറ്റി അയക്കാൻ പ്രത്യേക ഏജൻസികൾ പ്രവർത്തിക്കുന്നതിനാൽ കർഷകർക്ക് വിപണി തേടി പോകേണ്ടി വരാറില്ലെന്ന് ദേവർഹള്ളിയിലെ കർഷകനായ ബസപ്പ പറഞ്ഞു. 3 മാസം കൊണ്ട് വിളവെടുക്കാവുന്ന കൃഷിയായതിനാൽ പെട്ടെന്ന് തന്നെ കൃഷി നടത്തി പണം സമ്പാദിക്കാൻ കഴിയുമെന്നതും കർഷകർക്ക് ഗുണമാണ്. പലരും പാട്ടത്തിന് സ്ഥലമെടുത്താണ് കൃഷി ചെയ്യുന്നത്. ഈസ്റ്റ് ലൈഫ്, നിലമ്പൂർ.